എനിക്ക് 9 വർഷമായിട്ട് വിട്ടുമാറാത്ത എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഉദര സംബന്ധമായൊരു രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. പക്ഷേ അതിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു രോഗശമനവും കിട്ടിയിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയിട്ട്. ഞാനൊരു അധികം വൈകാതെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ ഉടമ്പടി സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും മറ്റും ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. കൃത്യം പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 22-ാം തീയതി എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അതിൻ്റെ 7ാമത്തെ സർജറി ആയിരുന്നു. ആ സർജറി ചെയ്തിട്ടും അത് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു. എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഞങ്ങൾ രണ്ടാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. 2025 മെയ് മാസം 26-ാം തീയതി എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മറ്റുള്ള അവയവങ്ങളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അസുഖം പടർന്നു കഴിഞ്ഞു, എത്രയും വേഗം ഒരു സർജറിക്ക് വിധേയമാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോടും പറഞ്ഞു, ഡോക്ടർ എനിക്കൊന്നും ഉണ്ടാവില്ല, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ അത്രയും തന്നെ ഞാൻ ജോസ്പച്ചൻ്റെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുകയും സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം ഞാൻ ഭക്ഷിക്കുമായിരുന്നു. തൈലം തേച്ച് ഞാൻ വയറുവേദനയൊക്കെ, അസഹനീയമായ വയറുവേദനയും ഒക്കെ, എനിക്ക് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു രോഗശമനം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. കാരണം പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്തൊരു വിശ്വാസമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മുറുകെ പിടിച്ചിരുന്നു. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക, 2025 മെയ്യിൽ നമ്മൾ സർജറിക്ക് വിധേയമായി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം എന്നെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ ജോസ്പച്ചൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഞാനത് ഫോൺ കൊടുക്കുന്നില്ല. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ് ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ്. പക്ഷേ അവരുടെ ഫോൺ മേടിച്ചു. എന്തുകൊണ്ടോ അകത്ത് കൊണ്ടുപോയി. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയോട് ഡോക്ടർ ഡയറക്റ്റ് വന്ന് പറയുകയാണ്, നമ്മൾ ഇതുവരെ കണ്ട റിപ്പോർട്ട്സോ മുന്നേ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സോ ഒന്നുമല്ല, സിൻസിയുടെ യൂട്രസ് പക്ക ക്ലിയറാണ്, അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, യൂട്രസ് എടുക്കേണ്ട ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിലായി. പക്ഷേ ഒരിക്കലും എനിക്കറിയില്ല, ഞാനൊരു 6 മണിക്കൂറിന് ശേഷമാണ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ ഫോൺ വാങ്ങി. ഞാൻ ആദ്യം കൃപാസനത്തിലെ വീഡിയോസാണ് നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഡോക്ടറും എൻ്റെ ഫാമിലി എന്നോടൊന്ന് പറഞ്ഞു, യൂട്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിൻ്റെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട്. യൂട്രസ് മാത്രമല്ല, അതിനോട് ചുറ്റുമുള്ള ഒരവയവങ്ങളും എടുത്തിട്ടില്ല, അത്